ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പോൾ ദാ രാവിലെ തന്നെ നന്നായി മൂടി കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് തീരെ ഉഷാറുണ്ടാവില്ലല്ലോ ഈ മൂടി നിൽക്കുന്ന ദിവസങ്ങളൊന്നും. പിന്നെ മിനിക്കുട്ടൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല മടി, വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടി. അപ്പോൾ മിനിക്കുട്ടന് പതിവിൽ കൂടുതലൊരു വാശിയുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി എടുക്കാനായിട്ട് അയക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓരോ സമയത്ത് ഓരോന്നിങ്ങനെ സെറ്റാക്കി വെച്ചു. അങ്ങനെ ബീഫൊക്കെ വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കുള്ള കടികളും ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾക്ക് അങ്ങനെയാണല്ലോ, ഭയങ്കര തിരക്കുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുപോലൊരു ദിവസം ആയിരുന്നു അന്ന് ഇന്നലെ. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് തന്നെ കണലുണ്ടായപ്പോൾ അടുപ്പത്ത് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടോ. പിന്നെ നമ്മുടെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏരിയൊക്കെ ആയ നേരത്ത് ഞാൻ അസക്കുട്ടിയൊക്കെ ഇവിടെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, എല്ലാവരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അസക്കുട്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ തന്നെ ഉള്ളൂ കേട്ടോ, പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അസക്കുട്ടി എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. ഞാൻ ബർത്ത്ഡേ പരിപാടി ഒന്നും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ ആദ്യത്തേതല്ലേ, മക്കളതൊക്കെ ഉണ്ടാക്കിയതാണ്, മറ്റേ 2 പേരുടെ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ എൻ്റേതായിട്ട് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ബിരിയാണിയൊക്കെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ കപ്സ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും വന്ന് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ വിളമ്പിട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ എമിനെക്കുട്ടൻ എല്ലാവരും കണ്ടിട്ട് വലിയ സുഖമൊന്നുമില്ല കേട്ടോ, കരയായിരുന്നു. അപ്പം അവന് ഉറക്കമൊന്നും ശരിയാകായിട്ട് തന്നെ ഒന്നുമില്ലാത്തൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ്റെ വായിലേക്ക് വെച്ചെടുത്തു, മക്കൾക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി. നല്ലൊരു അടിപൊളി കേക്കായിരുന്നു. ഈ ഒരു കേക്ക് എൻ്റെ നാത്തൂനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അവളുടെ വക കേക്കായിരുന്നു. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.